ബ്ലൗസ് ബ്ലൗസിൻ്റെ ഇറക്കം നമുക്ക് 17 ഇഞ്ച് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബോർഡറുള്ള കാരണം നമ്മൾ സാധാരണ തയ്ക്കുമ്പോൾ 2 ഇഞ്ചാണ് നമ്മൾ കണക്കാക്കുക ഇതിന് മടക്കാനായിട്ട്. അത് നമ്മൾ ഇപ്പോൾ ഈ ബോർഡർ വയ്ക്കുന്ന 2 ഇഞ്ച് കണക്കാക്കുന്നില്ല. നമ്മുടെ ഇറക്കം വന്നിട്ട് 17 ഇഞ്ച്. ആദ്യം ഇത് 17 പ്ലസ് തയ്യൽ തുമ്പും കൂടെ കണക്കാക്കി നമ്മളൊരു ഇത്തിരി കൂട്ടിയിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. കൂട്ടിയിട്ടിട്ട് ഇത് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ 17 നമ്മുടെ ഇറക്കം ബ്ലൗസിൻ്റെ. പിന്നെ വന്നിട്ട് നമ്മുടെ അരവണ്ണത്തിൻ്റെ 4 ഭാഗം ഇവിടെ ഒറിജിനൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. പ്ലസ് തയ്യൽ തുമ്പ് ഇത് കൂട്ടിയിട്ട് കൊടുക്കണം. കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ അടുത്തത് ഈ റിഗാളുടെ ഭാഗം ഇത് അങ്ങോട്ട് ഇവിടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിനേലും മേലേക്ക് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കും. പിന്നെ കഴുത്ത് സാധാരണ ഞാൻ 2 ഇഞ്ചാണ് വയ്ക്കാറുള്ളത്. 2 ഇഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് നെക്കിൻ്റെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ബാക്ക് ഇവിടുത്തെ ഇറക്കം കഴുത്തിൻ്റെ ഇറക്കം ഇങ്ങോട്ട് ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ട് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈൻ ഇതുമ്പോഴേക്ക് ഇങ്ങനെ മുട്ടിച്ചു കൊടുക്കുക. ഇങ്ങോട്ട് മുട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഇവിടേക്ക് ഒരു 2.5 കുഴപ്പമില്ല. ഇങ്ങോട്ട് ഈ നെക്ക് വൈഡാവാൻ വേണ്ടിയിട്ട് 2.5 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് വൈഡാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ കണ്ട ഇങ്ങനെ വൈഡാക്കി ഇത് ഇങ്ങോട്ട് കൊടുക്കണം. ഇവിടെ കൊണ്ട് വൈഡാക്കണ്ട, ഇങ്ങനെ വൈഡാക്കി ഇങ്ങനെ നെക്ക് മാർക്ക് ചെയ്തു. ഇനി ഷോൾഡർ വന്നിട്ട് ഇതിൻ്റെ 2 ഇഞ്ചാണ് ഉള്ളത് ഷോൾഡർ കേട്ടോ. അപ്പോൾ 2.25 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുക. അളവിനേലും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാൽ മതി ഷോൾഡറിന്. ഇവിടെ ഒരു 1/4 ഇഞ്ച് ഇവിടെ ഒരു 1/4 ഇഞ്ച് സ്റ്റിച്ച് ചെയ്ത് പോകും. അതുകൊണ്ട് 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഒറിജിനൽ ഷോൾഡറിനേലും 1/2 ഇഞ്ച് ഇങ്ങോട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഈ കഷത്തിൻ്റെ ഈ ലൈൻ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇങ്ങോട്ടേക്ക് 2 ഇഞ്ചായാലും കുഴപ്പമില്ല. ഇങ്ങോട്ട് ഇത് നമുക്ക് നോക്കാം. ചെസ്റ്റിൻ്റെ ഇങ്ങനെയാണ് ഈ ഒറിജിനൽ വണ്ണം നോക്കാം കേട്ടോ. 4 ഭാഗം കണക്കാക്കുക. ഈ വണ്ണമാണ് ഈ ബ്ലൗസിൻ്റെ ഇവിടെ നിന്നിട്ട് കണ്ട ഒരു 9 ഇഞ്ച് നമുക്ക് ഇത് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. വണ്ണം ഈ കൈക്കുഴി നമുക്കിപ്പോൾ എത്രയുണ്ടെന്ന് നോക്കാം. ഇങ്ങനെ നോക്കിയാലും മതി. ഇപ്പം ഇവിടെ തയ്യൽ തുമ്പ് ഇതുണ്ട്. ഇത് ഇത്രയും സ്റ്റിച്ച് ചെയ്ത് പോകും. അപ്പം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ച് നോക്കാം. നമ്മുടെ കൈക്കുഴിയുടെ ഈ ഭാഗം ഇത് കൂടുതലുണ്ടെന്ന് വെച്ചാൽ ഒന്നും കൂടെ ഇങ്ങോട്ട് കയറ്റി കൊടുത്താൽ മതി ജസ്റ്റ്. അപ്പം ഇത് കറക്റ്റാണോന്ന് ഒന്നും കൂടെ വെച്ച് നോക്കുക. ഇതാണ് കൈക്കുഴിയുടെ ഇതാണ് മെയിനായിട്ട് നമുക്ക് ജാക്കറ്റിന് നോക്കേണ്ടത്. ഇത് എക്സ്ട്രാ നമുക്ക് കൂട്ടിയിട്ട് കൊടുക്കുക വണ്ണം. അപ്പോൾ ഒറിജിനൽ വണ്ണം പ്ലസ് 2 2.5 കൂട്ടിയിട്ട് ഇട്ട് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. അപ്പോൾ ഇത് ഒറിജിനൽ പ്ലസ് ഇത് കൂട്ടിയിട്ടാണ് വണ്ണം. അപ്പോൾ ഇത് ബാക്ക് പോർഷൻ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ കൊണ്ട് ഒതുക്കിയെടുക്കണം, ഇവിടെ കൊണ്ട് വൈഡായിട്ട് എടുക്കണം. അപ്പോൾ ആ ബ്ലൗസിൻ്റെ